ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വയ്യാഴിയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് ഞാൻ അടുക്കളയിലോട്ട് കയറി. ഇവിടെ ഞാൻ വൃത്തികേടായിട്ടൊന്നും കിടക്കില്ല കേട്ടോ, നല്ല നീറ്റായിട്ട് അന്ന് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെന്താ പറയുക, ഇന്നിപ്പോൾ ചെറുതായിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് പണികളുണ്ട്. വയ്യാഴി എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല, എന്നാലും എൻ്റെ വേദന ഒക്കെ മാറി. അത്യാവശ്യം ഞാൻ സുഖപ്പെട്ടിട്ടുണ്ട്, പണിയെടുക്കാനുള്ള ആരോഗ്യമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു വീഴ്ച ആയതുകൊണ്ട് നല്ല സുഖമായിരുന്നു. അത് പിന്നെ പോട്ടെ, അത് വരാനുള്ളത് വഴി തെങ്ങത്തില്ലല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും വരും. എന്താ പറയുക, അപ്പോൾ പിന്നെ ഏതായാലും ഷൈൻ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം അണ്ണൻ തന്നെ ചെയ്ത്, എന്നെ കൊണ്ട് കഴിയാൻ പറ്റുന്നത് ഞാൻ ചെയ്തു, പിന്നെ അണ്ണൻ ചെയ്തു. കുഞ്ഞുങ്ങളുടെ കാര്യം അന്നേരം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഷെയർ ചെയ്ത് നോക്കി. പിന്നെ എന്താ പറയുക, അങ്ങനെ സുഖപ്പെട്ട് വരുന്നു. ഇനിയിപ്പോൾ കിടന്നാലും കാര്യമില്ല, കാരണം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കിടന്ന് പോകരുത്. ചെറുതായിട്ടൊക്കെ എണ്ണീറ്റ് നടക്കാറായി. അപ്പം നേരത്തെ ഏതായാലും എണ്ണീറ്റു. നേരത്തെ എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി താമസിച്ച് എണ്ണീറ്റ്. അപ്പം ഇനി ഇവിടുത്തെ എൻ്റെ കൊച്ചു വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. അപ്പം നമുക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. കിട്ടിയാൽ നോക്കാം. അപ്പം നമുക്ക് കട്ടൻ ചായ കുടിച്ചുകൊണ്ട് പതുക്കെ തുടങ്ങാം ഓരോ ജോലികൾ. ഷൈനും അല്ലേയും പുറത്തോട്ട് പോയിട്ട് നമുക്ക് എന്തെടുക്കാൻ നോക്കിയിട്ട് വരാം. ഇവരെ ആദ്യമോന് എൻ്റെ തലകുത്തനെ കിടന്ന് ഇവിടെ കിടന്നുറങ്ങുന്നു. അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഒക്കെ നോക്കാം എന്തെടുക്കാൻ. അവിടെ നിൽക്കട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഒരായി പറഞ്ഞേ. ഹായ്, എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞ ഹായ്. എന്തുവാ ചെയ്യുന്നേ? എന്തെടുക്കുവാ? എന്നാ എന്തോ അണ്ണന് പറയാനുള്ളത്? അണ്ണയും കൊണ്ട് ഞാൻ പറയിപ്പിച്ച് പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ഒരിക്കലും അല്ല. അയ്യോ വീട് എന്നെ സഹായിച്ചില്ല ഞാൻ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് അണ്ണൻ എന്നെ സഹായിക്കും. വേണ്ടേ, ഞങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളെക്കാട്ടി മുന്നേ എണ്ണീറ്റ് ഒരാൾ കൂടി ഇരിപ്പുണ്ട്. ഇവിടെ എണ്ണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം നടക്കത്തില്ല. മഴ ആയതുകൊണ്ട് അണ്ണന് പണിയില്ല. പണിയെന്ന് വെച്ചാൽ ഈ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഒരു പണി ചെയ്തന്ന്, ഒരു പണി പോലും ചെയ്തില്ല. ഭയങ്കര മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. എന്താ പറയാനാ, മഴ തന്നെ ജീവിതം. മഴ മാത്രം അങ്ങ് ജീവിക്കുക. അങ്ങനെ പോകുന്നു. തിങ്കളാഴ്ച തൊട്ടുള്ള പ്രതീക്ഷയാണ്. തിങ്കളാഴ്ച തൊട്ട് മഴയില്ലായിരിക്കും. തിങ്കളാഴ്ച തൊട്ട് പണിക്ക് പോകാം. ലോണടമൊക്കെ വരുവാടേ. മഴയാന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നടക്കത്തില്ല. അണ്ണൻ പണിക്ക് പോകും കേട്ടോ, എന്നും രാവിലെ പണിക്ക്. എന്നേ ഉള്ളൂ പിന്നെ വിളിച്ചില്ലാന്ന് പറഞ്ഞ് പോകാം. എന്നും ഇന്ന് രാവിലെ പോവും പാവം. എന്നിട്ട് 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് വരും. 1 മണിക്കൂറോ 2 മണിക്കൂറോ വല്ല പണി. ഇന്നലെയും പോയി. മിനിഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു, മിനിഞ്ഞാന്ന് ഞാൻ വീണുകൊണ്ട് അന്ന് പോയില്ല. അന്നും കഴിഞ്ഞതാ പോയില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. നിങ്ങളുടെയൊക്കെ ഇവിടെ ഓലക്കാണ്. നിങ്ങളുടെയൊക്കെ ഇവിടെ മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ ഇവിടെ മഴയേ ഉള്ളൂ. ഇനി രാവിലെ കഴിക്കാനുണ്ടാക്കണം. എനിക്ക് കണ്ണ് ചെറിയൊരു ശീലം അതെനിക്കുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാനുണ്ടാക്കണം. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോകാം. അണ്ണനവിടെ അടുക്കളയിലുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നു. രാവിലെ ചോദിക്കട്ടെ എന്തുവാ വേണ്ട കഴിക്കാനെന്ന്. എളുപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കാമെന്നൊരു ധാരണയ്ക്ക് ഞാൻ പോവുക. എന്താ നിങ്ങൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ശരി സഹായിക്കും. എന്തുകൊണ്ടാ കഴിക്കാനുണ്ടാക്കുന്നത്? എന്തോ കഴിക്കാനുണ്ടാക്കും? ഗോതമ്പ് ദോശ ഓപ്ഷൻ തരാം. ഗോതമ്പ് ദോശ നമുക്ക് കഴിക്കാനുണ്ടാക്കുന്നത്. ഞാൻ ഓപ്ഷൻ തരാം. ഗോതമ്പ് ദോശ എളുപ്പമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഗോതമ്പ് ദോശ പറ വേണ്ട. പിന്നെ എളുപ്പമുള്ള ഇത് അട, കല്ലപ്പരത്തി അട മതിയോ? പക്ഷെ പിള്ളേരപ്പോൾ കഴിക്കത്തില്ല. പിന്നെന്താ പിന്നെന്താ വേണ്ടേ? പിന്നെ നമുക്ക് അങ്ങനെ കാച്ചിലോ ചെയ്യുമ്പോൾ അങ്ങനെ പുഴുങ്ങുന്ന സാധനങ്ങളൊന്നും ഇല്ല. ഏത്തക്ക ഉണ്ടായിരുന്നു, അത് പിള്ളേർക്ക് പുഴുങ്ങി കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ ചപ്പാത്തി
ചപ്പാത്തി മുട്ടക്കറി ഉണ്ട്. അത് എളുപ്പമുള്ള സാധനം. അണ്ണനെ കൂടെ സഹായിക്കാമോ? ഉറപ്പാ? എന്നാൽ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാം. വെള്ളം. അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. എളുപ്പമുള്ളൊരു പണി ആയതുകൊണ്ടാണ്. അണ്ണൻ പരത്തണേ, ഞാൻ കുഴച്ചൊക്കെ തരാം. അണ്ണൻ പരത്തണം. കറി നമുക്ക് മുട്ടക്കറി വെക്കാം. ഇന്നത്തെ മുട്ട പൊഴിയേണ്ട ബാക്കി ഇരിപ്പില്ലേ. അപ്പം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ചപ്പാത്തി മുട്ടക്കറിയാണ് ഗൈസ്. അണ്ണൻ പരത്തും, ഞാൻ കറി ഉണ്ടാക്കാം. നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ, ഷെയർ ചെയ്ത് ഉണ്ടാക്കാം. എല്ലാം എൻ്റെ കാലിന് നീര് കൂടും കേട്ടോ കേട്ടോ. അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ബാ വേണ്ട, ഇവിടെ ഇമാതിരി പരിപാടിക്കൊക്കെ രാവിലെ എഴുന്നേക്കുന്നത്. എനിക്കത് ഞങ്ങളെക്കാട്ടി മുന്നേ ഇന്ന് ഇവള് എണ്ണീറ്റു, നേരത്തെ എണ്ണീറ്റു. എന്നിട്ട് ഇവള് ദുഷ്ടയാ. ഇവള് നമ്മളെ ഇടയ്ക്കോട്ട് വന്ന് കിടക്കുക. ഒത്തിരിയൊക്കെ ദുഷ്ടത്തരമുള്ള വ്യക്തിയാണ് ഇവള് അഹങ്കാരിയാ. കുഞ്ഞ് എണ്ണീറ്റിട്ടില്ല കേട്ടോ, അവൻ ഉറക്കാം. ഞാനപ്പോൾ ഓർത്ത് കുറച്ച് നേരം ഇവിടെ കിടന്നോട്ടെ, ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പോൾ കുറച്ച് നേരം ഇവിടെ കിടന്നോട്ടെ എന്ന് കരുതി. അപ്പം നമുക്ക് എന്താ പറയുക, ചപ്പാത്തി ഉണ്ടാക്കണം. പിന്നെ ഒത്തിരി പണിയുണ്ട്. അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി ഓരോന്നോരോന്ന് കാണിക്കാം. അപ്പം നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാം. ഞാൻ ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുന്നത്. ചൂടുവെള്ളത്തിൽ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് അത് ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വയ്ക്കുക. അത് പിന്നെ അണ്ണൻ ചപ്പാത്തി ഉണ്ടാക്കിക്കോളും. ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വയ്ക്കുക. ഇത് പിന്നെ ഇന്നലെ വെച്ച് മീൻകറിയാണ്, കിളിമീൻകറി. അപ്പം ഇന്നിപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കാമെന്ന് കരുതി ഞാൻ ഗ്യാസിലോട്ട് ചൂടാക്കാൻ വെച്ചേക്കാം. ചൂടാക്കിയില്ലെങ്കിലും കേടായി പോകത്തില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോഴത്തേക്ക് അണ്ണനാണെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൽ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഇതിലോട്ട് വെള്ളം ചൂടായി കഴിയുമ്പോഴത്തേക്ക് അരി തിളയ്ക്കുമ്പോൾ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുക. അതിനോടൊക്കെ ഞാൻ കുടിക്കാനുള്ള വെള്ളവും ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അണ്ണൻ ചപ്പാത്തി ഉണ്ടാക്കും. ഞാനിന്ന് മുട്ടക്കറി ആണെങ്കിൽ കുക്കറിനകത്തിലാണ് വെക്കുന്നത്. അപ്പം ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിക്കും കറിവേപ്പില എല്ലാം ഒരുമിച്ചിട്ട് കുക്കറിനകത്തിലിട്ടാണ് ഞാൻ കറി വയ്ക്കുന്നത്, എളുപ്പം വയ്ക്കും. അപ്പം നമുക്ക് കുക്കർ ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ച് സാധാരണ മുട്ടക്കറി വയ്ക്കുന്ന പോലെ തന്നെ വയ്ക്കാം. ഉള്ളിയൊക്കെ എല്ലാം ഒരുമിച്ചിട്ട് വഴറ്റി കുക്കറിൽ വിസിൽ വെച്ച് വെയിറ്റ് വെച്ച് ഒരു 3 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് ഏകദേശം കറി വെന്ത് ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ടായിരിക്കും. ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലോട്ട് സെപ്പറേറ്റ് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാനും കൊണ്ട് വേറൊരു പാത്രത്തിലോട്ട് സെപ്പറേറ്റ് മാറ്റിയിട്ട് ഉള്ളി ആ പാത്രത്തിലോട്ട് തട്ടി പൊടികളൊക്കെ ചേർത്ത് ഞാൻ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കറി വയ്ക്കുന്നത്. അപ്പം കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1-ാം പാൽ 2-ാം പാലൊന്നും തിരിച്ചിട്ടില്ല, കട്ടിയുള്ള പാൽ, ഇത്രയും പാൽ ഞാൻ എടുത്ത് ഒഴിക്കുക ചെയ്യുന്നു. പിന്നെന്താ, തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം മറ്റേ കറി തിളയ്ക്കാൻ പാടില്ല. അത് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചൂടാക്കി എടുക്കാവൂ. കറി തിളയ്ക്കാൻ പാടില്ല. പിന്നെ അത്യാവശ്യം തേങ്ങാപ്പാലിൻ്റെ ഇതൊന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് മുട്ടയിടുക. അതിന് ശേഷം ഞങ്ങൾ 4 പേരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഇരുന്നു. അതിന് ശേഷം ഞാൻ ഉച്ചക്കത്തേനുള്ള തയ്യാറെടുപ്പുകളായി. നല്ല സൂപ്പർ പാവയ്ക്കത്തീയല ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ കറിയായി പാവയ്ക്കത്തീയൽ. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച മാങ്ങാച്ചാറ്. മീൻകറിയില്ല, കാണുന്നില്ലല്ലോ. ഇത് ചോറ്, പിന്നെ ഞങ്ങളുടെ മീൻകറി, പിന്നെ മീൻ വറുത്തത്. നമുക്ക് കഴിക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് നേരെ പുളി പൊട്ടിക്കാൻ പോകണം. 2 ദിവസത്തെ പുളി അത്യാവശ്യം പൊട്ടിക്കാനുണ്ട്. പുളി പൊട്ടിക്കാൻ പോകണം. പിന്നെന്തോന്ന് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം മഴയായിരുന്നു, രണ്ടാമത് അതിനുള്ള സമയമില്ലായിരുന്നു പുളി പൊട്ടിക്കാൻ. ഇപ്പം അതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല, പുളി പൊട്ടിക്കണം. അപ്പം അല്ലി ഉറക്കവ ആദ്യമോൻ അവിടെ നിന്ന് TV കാണുമോ ഫോൺ കാണുമോ എന്തോ ആദ്യം ചെയ്യുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ ഇവിടെ പോയി പുളി പൊട്ടിച്ചിട്ട് പുളിയൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ടേ ഞങ്ങൾ ചോറ് കഴിക്കത്തുള്ളൂ. അപ്പം പുളി പൊട്ടിക്കുന്നതൊട്ട് ഫോൺ കൊണ്ടുവത്തില്ല. കാരണം എൻ്റെ വീഡിയോയിലെല്ലാം പുളിയുടെ കഥ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുളി പൊട്ടിക്കുന്നതൊട്ട് ഞാൻ കൊണ്ടുവന്നില്ല. അപ്പം ഞങ്ങൾ പോയി പുളിയൊക്കെ പൊട്ടിച്ചിട്ട് ചോറ് കഴിക്കുമ്പോൾ കാണാം. ഓക്കേ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പുളിയുടെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല എന്ന്. പക്ഷേ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം 2 ദിവസം പുളി പറക്കാതെ കിടന്നുകൊണ്ട് നന്നായിട്ട് പുളിയുണ്ട്. മറ്റേ ആലിപ്പഴം വീണ് കിടക്കത്തില്ലേ, അതുപോലെ പുളിയാണ്. അപ്പം എനിക്കൊരു സന്തോഷം. അപ്പം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാണിച്ചു തരാവേ. എൻ്റെ ഷൈനിൻ്റെ അവിടെ നിന്ന് പുളി പറക്കുക, ഇഷ്ടംപോലെ പുളിയുണ്ട്. ഇതാ ഞങ്ങളുടെ പുളിമരം.
ഇത് അപ്പൂപ്പന്മാരമാണോ അമ്മൂമ്മമാരമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞങ്ങളുടെ അമ്മയൊക്കെ ഈ വസ്തു വാങ്ങിച്ച അണ്ണനൊക്കെ വരുമ്പോൾ തൊട്ടില്ല എണ്ണ ഈ പുളിയുടെ അണ്ണനൊക്കെ ഇവിടെ താമസമായി വരുമ്പോൾ തൊട്ടുണ്ട് അണ്ണൻ്റെ പ്രായം പറഞ്ഞു. ഇതിപ്പോൾ എനിക്ക് കാലും കൈയും വയ്യാത്തത് സൂചിയോട് കാണിക്കാൻ പറ്റും. നിറയെ പുളിയുണ്ട്. ചില ആൾക്കാർക്ക് ഞാൻ പുളി ഇങ്ങനെ കാണിക്കുമ്പോൾ ചില ആൾക്കാർക്ക് പുച്ഛമാണ്. നിൻ്റെ വീഡിയോ ഈ പുളി മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ആൾക്കാരുടെ എവിടെ വീട്ടിലുണ്ട് എവിടെ ഉണ്ട് ഇതുപോലൊരു പുളിമരം പറയൂ. ഞങ്ങളുടെ അമ്മ അതായത് അമ്മേൻ്റെ അമ്മയൊക്കെ വീട് വാങ്ങിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഈ പുളിമരം ഉണ്ട്. ഞാൻ വന്ന കാലം തൊട്ട് ഞാൻ കാണുന്നതാണ്. ഞാൻ 10 വർഷമായി ഇവിടെ വന്നിട്ട് 10 വർഷമായിട്ട് ഞാൻ കാണുന്ന പുളിമരമാണ്. എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ അമ്മയാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നതും എടുക്കുന്നതും എല്ലാം. ഇവിടെ ഇത് മാത്രമല്ല അക്കരയിലും ഒരു പുളിമരമുണ്ട്. പക്ഷേ അക്കരയിലോട്ട് ഇവിടെ ഒരു പുളിമരം നിൽക്കുമ്പോൾ അക്കരയിലെ പോയി പറക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അക്കരയിലോട്ട് പോകത്തില്ല. നമ്മുടെ ഉള്ളതും കൊണ്ട് ഞങ്ങൾ ഓണം പോലെ. ഇതിപ്പം ഇന്നലെ അണ്ണന് പണിയുണ്ടായിരുന്നു, കുറച്ച് നേരത്തെ പണിയുണ്ടായിരുന്നു. അണ്ണൻ പോയി. പിന്നെ എനിക്ക് കാല് വേദനയുണ്ട്, ഞാൻ ഇറങ്ങിയില്ല. അപ്പം ആ പുളിയും ഈ കിടക്കുന്ന കണ്ട് ഇത് ഇങ്ങനെ നിരന്ന് ഇത്രയിടെ മാത്രം കിടക്കുന്നതല്ല കേട്ടോ. ഇത് ആ കാനേന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാം പറക്കി വെക്കാനെ കൊണ്ടാണ് സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പെരുകി ഇട്ടേക്കുമായിരുന്നു. കണ്ടോ, കാണുമ്പോൾ ഒരു സന്തോഷം ഇങ്ങനെ പുളികൾ കിടക്കുന്ന കാണുമ്പോൾ. ഇത് ഞങ്ങളുടെ വല്യമ്മ അടക്കി വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. ചൈനൻ്റെ വല്യമ്മ, ഞങ്ങളുടെ തങ്കയമ്മ ഒരു വർഷം കൊണ്ട് മരിച്ചിട്ട്. അപ്പം വല്യമ്മയാണ് കാവൽ പുളിക്ക്. അമ്മ ഇവിടെ കിടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പുളിയൊന്നും ആരും അതിനെടുക്കില്ല കേട്ടോ. ഇഷ്ടംപോലെ പുളിയുണ്ട്. ഇതിനി പൊട്ടിച്ച് ചേര കയറ്റുന്നതാണ് വലിയൊരു ടാസ്ക്. ഞാനും അപ്പം ഇറങ്ങി, കാരണം ഈ പുളി കിടക്കുന്നുണ്ട്. ഇത്രയും അണ്ണൻ തന്നെ ചെയ്യാൻ നിന്നാലേ മഴ പെയ്യും, പിന്നെ അണ്ണനും നനയും. ഭയങ്കര പാടല്ലേ, കഷ്ടമല്ല നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇറങ്ങി. പുളിയെ നിറച്ച് പുളിമരമാണ്. പുളിയെ നിറച്ച് പുളിയാണ്. ഇതിങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും തലയിലോട്ട് വീഴുന്നത്. പകുതി മുക്കാലും ഞങ്ങളുടെ പുളി തോടെ പോകും. എന്ത് ചെയ്യും മല്ലയ്യ, നമ്മൾ മൊത്തം പുളിയും തോടെയാണ് പോകുന്നത്. പിന്നെ കിട്ടുന്നതൊക്കെ ഞങ്ങളിങ്ങനെ പറക്കും. കണ്ടോ, ഇതാ ഞങ്ങളുടെ പുളി. പിന്നെ പൊട്ടിച്ചിട്ട് വന്നിട്ട് ഞാൻ കാണിക്കാതെ ബാക്കിയെല്ലാം കൂടെ. കാരണം എന്താ വെച്ചാൽ തോട്ടിൽ കൊണ്ട് വെച്ചേക്കുന്നത് അങ്ങോട്ട് എനിക്ക് പേടിയാണ്. ഫോണും കൊണ്ട് പോയി ഫോൺ വെള്ളത്തിലെങ്ങാനും പോയി തീരും, വെടി തീർന്നു. തോട്ടിലിപ്പോൾ വെള്ളമാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം തോട്ടിലെ വെള്ളം. ഞങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് കാണുന്ന തോട് ഞാൻ അങ്ങോട്ടൊന്നുകൊണ്ട് കാണിച്ചു തരാം. ഉണ്ടോ ഞങ്ങളുടെ തോട്, ഇത് മനോഹരമായ തോട്. ഈ വെള്ളത്തിനിരപ്പുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ, ഇതാ ഞങ്ങളുടെ തോട്. ഞാൻ പറഞ്ഞില്ലേ അക്കരെ ഒരു പുളിമരമുണ്ട്, അതിൻ്റെ ഏകദേശം അത് കഴിയാറായി. നമ്മുടെ പുളിയില ഉണ്ട് കേട്ടോ, നമ്മുടെ പുളി അത്യാവശ്യമുണ്ട്. നമ്മുടെ അങ്ങനെ ഇവിടെ കയറി ആരും പുളി എടുക്കത്തില്ല കേട്ടോ, ആരും അങ്ങനെ എടുക്കത്തില്ല. പിന്നെ അവിടെ പോയി പറക്കും, പിന്നെ അതെല്ലാവരും പറക്കും, ഒരാളെന്നല്ല എല്ലാവരും. അപ്പം ഞങ്ങളുടെ തോട്. പിന്നെ നേരെ അക്കരെ കരയിൽ ഒരു റോഡുണ്ട്, അത് സിൽത്തോട് ആങ്ങുവഴി ഭാഗത്തോട്ട് പോകും. അവിടെ സ്ഥലപ്പേര് പറയാൻ അറിയത്തില്ല. ആങ്ങുവഴിയിലോട്ട് പോകുന്ന അവിടെ ചെല്ലും ഞങ്ങളുടെ ആ റോഡ്. നേരെ അങ്ങ് ഒത്തിരി പോകണം എൻ്റെ വീട്ടിലോട്ട്. ഒരു ദിവസം ഞാൻ പോകാം, എൻ്റെ വീടൊക്കെ കൊണ്ട് കാണിക്കുക. എൻ്റെ അമ്മ, എൻ്റെ നാത്തൂനെ, എൻ്റെ അനിയൻ എല്ലാവരും ഉണ്ട്. എനിക്ക് അമ്മ, നാത്തൂനെ, അനിയൻ, ഇവർ 3 പേരാണ് എനിക്കുള്ളത്. അച്ഛനും വലിയമ്മയും മരിച്ചു പോയി. ഞാൻ, അച്ഛൻ, അമ്മ, അതായത് അച്ഛൻ്റെ അമ്മ, എൻ്റെ അമ്മ, അനിയൻ, ഞങ്ങൾ 5 പേരായിരുന്നു ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ വീട്. അപ്പം അച്ചച്ചി മരിച്ചു, വലിയമ്മച്ചും മരിച്ചു. ഇപ്പം എൻ്റെ അമ്മയും എൻ്റെ അനിയനും നാത്തൂനും. ഇവിടെ ഷൈൻ്റെ വീട്ടിൽ അമ്മ, ഞങ്ങളുടെ അമ്മ, നാത്തൂന്, പിന്നെ നാത്തൂൻ്റെ കെട്ടിയവന് അവർക്കൊരു മോനുണ്ട്, അവനെ, പിന്നെ ഞങ്ങളുടെ 2 കൊച്ചുങ്ങളും. ഇത്രയും. അമ്മ ഇപ്പം ഇവിടെ ഇല്ല. ഞാൻ എല്ലാ വീഡിയോയിലും പറയാം അമ്മ ഇവിടെ ഇല്ല. അമ്മ ഇപ്പോൾ ഒരു 3-4 മാസമായി അമ്മ പുറത്താണ്, ഒരു സ്ഥലത്ത് ജോലിക്ക് പോയേക്കാം. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരുപാട് എന്നെക്കുറിച്ച് പറയാനുണ്ട്, നിങ്ങൾ എന്നെക്കുറിച്ച് ഒരുപാട് അറിയാനുമുണ്ട്. അപ്പം നമുക്ക്, ഞാനെങ്ങും പോകുന്നൊരു വ്യക്തിയല്ല, ഞാൻ ഈ ചാനലും കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അപ്പം ക്രമേണ എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതെത്തുമ്പോഴത്തേക്ക് ഞാൻ പറയും ഞാൻ ആരാണെന്നും
എന്നെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കേ. ഞാനും അണ്ണനോട് ഇനിയും പുളിയൊക്കെ പറക്കണം, പുളി പൊട്ടിക്കണം, പുളി ചേരയിലിടണം. ഇതെല്ലാം ഒരു ടാസ്ക് പിടിച്ച പണിയാണ്. ബാ നമുക്ക് പോവാം. ഷൈനങ്ങ് തൂപ്പ, എന്ത് ചെയ്യാനാ, ഭയങ്കര തൂപ്പ. അണ്ണൻ്റെ അമ്മ കണ്ടാല് ഞാനാ അണ്ണനെ കൊണ്ട് പണി എടുപ്പിക്കുവാണെന്ന് വിചാരിക്കും. ഓ, അമ്മ അങ്ങനെ വിചാരിക്കത്തൊന്നുമില്ല. അമ്മയ്ക്കറിയാം മോൻ കുഴിപടിയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇനി പുളിയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് ചേരയിലിടാം. ഇത് കാണിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് തണ്ട ഈ പരിവാക്കിയിട്ടുണ്ട് ഈ 2 കുരുപ്പങ്ങളും കൂടെ. അപ്പോൾ ഇപ്പോൾ സമയം 5:30 ഒക്കെ ആയി, 5:30 5:45 ഇനി സന്ധ്യത്തിരി വെക്കണം. 2 ദിവസമായിട്ട് വെക്കുന്നില്ല, അപ്പോൾ പകലൊന്നും സമയം കിട്ടിയില്ല തുടയ്ക്കാൻ. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ഞാൻ തൂത്ത് തുടയ്ക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി ഞാനും കുഞ്ഞുങ്ങളും കുളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് തിരി വെച്ചത്. ഞാൻ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തൂക്കുകയും തുടയ്ക്കുകയൊക്കെ ചെയ്ത് പിന്നെ പിള്ളേരെയും കുളിപ്പിച്ച് ഞാനും പെട്ടെന്ന് തന്നെ കുളിച്ചു ഒന്ന് സന്ധ്യത്തിരി കത്തിക്കാനെ കൊണ്ടുള്ള പരിപാടിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാനും കുഞ്ഞുങ്ങളോട് തിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇനി പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞിൻ്റെ നോട്ടൊന്ന് വാങ്ങിക്കാൻ പോകണം. പിന്നെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ശകലം ചായയൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉള്ളായിരുന്നു. എന്നാലും തിരിയൊക്കെ കത്തിച്ച് 2-3 ദിവസം തിരി വയ്ക്കാതിരുന്നതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ പറഞ്ഞ് തീർത്തു. ഞാനിങ്ങനെ തിരി വയ്ക്കുമ്പോൾ ഇവർ 2 പേരും വന്ന് നിൽക്കും കേട്ടോ. അല്ലിയും പ്രാർത്ഥിക്കും, അവനും ഇങ്ങനെ കൈ കൂപ്പി പ്രാർത്ഥിക്കുക. അല്ലിക്കറിയാം തിരി കത്തിക്കുമ്പോഴേ അറിയാം തിരി കത്തിക്കുക എന്നുള്ള കാര്യം. അപ്പം അറിയാം. അവളപ്പം ഇങ്ങനെ കൈയൊക്കെ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കുക. എന്തുവാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. കൈയൊക്കെ കൂപ്പി നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുന്നത്. പിന്നെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് നോക്കും. നമ്മളെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് പിന്നെ പുള്ളിക്കാരത്തി അതുപോലെ ചെയ്യും. അങ്ങനത്തെയൊക്കെ പരിപാടി അവിടെ കയ്യിലിരിക്കുന്നത്. ഏതായാലും നമ്മളെ നോക്കുക, നമ്മളെന്താ ചെയ്യുന്നത് എന്നറിയാൻ 2 പേരെ മാറി നോക്കും. അവരുടെ പ്രാർത്ഥന കഴിഞ്ഞോ ഇല്ലയോ എന്നറിയാനെ കൊണ്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുക. കുറേ നേരമൊക്കെ ഇങ്ങനെ നിൽക്കും കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ആ കസാരയുടെ മണ്ടയ്ക്ക് കയറ്റി നിർത്തിയത് കൊണ്ട് ഇറങ്ങാൻ പറ്റാതെ പുള്ളിക്കാരത്തി അവിടെ തന്നെ നിൽക്കുന്നു. എന്നെയും തിരിഞ്ഞ് നോക്കുന്നു, അവനെയും തിരിഞ്ഞ് നോക്കുന്നുണ്ട്. എന്തുവാ ചെയ്യുന്നത് എന്നറിയാനെ കൊണ്ടാണ് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നു. അങ്ങനെ ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു. പിന്നെ ഇനി എന്താ ചായ ഇടണം, പിന്നെ നോട്ട് വാങ്ങിക്കാൻ പോകണം, പിന്നെ അങ്ങനത്തെ കുറച്ച് വിശേഷം. ഒരാൾ പഠിക്കുക, കാരണം വെള്ളിയാഴ്ച ക്ലാസ്സിന് പോയിട്ടില്ലായിരുന്നല്ലോ. അപ്പം അതിൻ്റെ നോട്ട് എഴുതാനുണ്ട്. നോട്ട് എഴുതുന്നു. അല്ല, അവൾ അവിടെ എന്തോ ചെയ്യുന്നു. എന്തോ അവിടെ കയ്യിൽ എന്തോ തിന്നുന്നു. മാഗി. അടുക്കളയിലെ പണികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായക്കുള്ള പാല്, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ശകലം മാഗി ഇരിപ്പുണ്ടെന്ന് അതും ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഇതിനെ വെച്ചുള്ളൊരു കാര്യം നടക്കത്തില്ല. അപ്പം എന്താ പറയുക, അത്രേ ഉള്ളൂ. അടുക്കളയിലെ പണി അത്യാവശ്യം കഴിഞ്ഞ് ഇനി ചായയും പാലും കൂടെ, പാലല്ല ചായയും മാഗിയും കൂടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. ചായ ഇടുക. ഈ 2 കൊച്ചുങ്ങൾ അടുക്കളയാണെങ്കിൽ നമുക്ക് ഒരു കാര്യമുണ്ട്. ഇതുങ്ങൾ ഉറങ്ങുമ്പോഴുള്ള വീഡിയോ എടുപ്പ് മാത്രമേ നടക്കത്തുള്ളൂ. ഈ 2 പിള്ളേരും കൂടെ കണ്ടോ, ഒന്ന് ചെറുതും കണക്കാം വലുതും കണക്കാം. എന്താ ചെയ്യാനാ? ഒരായി പറഞ്ഞു ഇങ്ങോട്ട് നിൽക്കുക. ആയി പറ. അങ്ങനെ മാഗിയും ചായയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. അവരവിടെ നിന്ന് കഴിക്കുക. അണ്ണനും ചായ കൊടുത്തു. അണ്ണനും ചായ കുടിക്കുന്നു കാണിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം എന്താ പറയുക, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബായ് പറഞ്ഞു.